നമുക്കിന്ന് അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനായി ആദ്യം നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലോട്ട് നമുക്ക് 1.5 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടിയാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ശർക്കരപ്പാനി കുറേശ്ശായി ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ മുഴുവനും ഒഴിച്ചു കൊടുക്കരുത്. 2 കപ്പ് വെള്ളമാണ് ശർക്കരപ്പാനി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിലാണ് എള്ളെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടി നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലേക്ക് വറുത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങാക്കൊത്തൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ മാവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. കലക്കി ഉടനെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അടി കുഴിഞ്ഞൊരു ചട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോഡാപ്പൊടി ഇട്ട് അധിക നേരം മാവ് വെച്ചേക്കരുത്. ഉടനെ തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. തീ കൂട്ടിയിടരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് പൊങ്ങി വരുമ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറുഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത്രയും മതിയാകും. നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മളിവിടെ നെയ്യപ്പം മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.